പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരന്തരീക്ഷമാണ് കേരളത്തിൽ. പത്തനംതിട്ടയും തിരുവല്ലയും കോട്ടയത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളും ഇടുക്കി, കോഴിക്കോടിൻ്റെ മലനിരകൾ, കണ്ണൂർ ഭാഗങ്ങൾ ആകെ മഴ കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് യാതനകൾ അനുഭവിക്കുകയാണ്. ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി രാത്രിയാണ്. ഏതാണ്ട് 15ഓളം പേര് ഈ കാലവർഷത്തിൻ്റെ കെടുതികൾ കൊണ്ട് മാത്രം മരിച്ചു കഴിഞ്ഞു. പലരുടെയും ദുരന്തം നമുക്കാകെ സങ്കടമുണർത്തുന്നതാണ്. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണ് ഓരോരുത്തരും നമ്മളോട് പറയുന്നത് എന്നാണ് തോന്നുന്നത്. അവരുടേതല്ലാത്ത കുറ്റം, പ്രതീക്ഷിക്കാൻ, ഓർക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തികച്ചും യാദൃശ്ചികമായ ദുരന്തം. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നേച്ചർ ലൈഫിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതേപോലെ ഉള്ളതെല്ലാം വെള്ളം കൊണ്ടുപോയി കടയിലെ ഓണത്തിൻ്റെ സ്റ്റോക്കും വീട്ടിലെ സാധന സാമഗ്രികളും എല്ലാം നഷ്ടപ്പെട്ട് ആകെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുഃഖത്തിൽ നേച്ചർ ലൈഫും പങ്കുചേരുകയാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം തുടങ്ങി 9 നാഗസാക്കി ദിനം വരെ ലോകസമാധാനത്തിനും നിരായുധീകരണത്തിനും വേണ്ടി ഒരു മൗന ഉപവാസ പരിപാടി നാം നിശ്ചയിച്ചിരുന്നു. കഴിഞ്ഞ 17 വർഷങ്ങളായി നടത്തിവരുന്ന മൗന ഉപവാസമാണ്. ഏതാണ്ട് 70-ലധികം പേര് ഉപവാസത്തിനായി പേര് തന്നിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ കേരളം ആകെക്കൂടെ ദുഃഖത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, അടുത്ത നിമിഷത്തിലും അടുത്ത ദിവസങ്ങളിലും എന്താണ് സംഭവിക്കുക എന്നുള്ള അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ അത്തരമൊരു ഉപവാസ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുടെ ഓൺലൈൻ കൂടിയാലോചന യോഗം തീരുമാനിച്ചത്. ഈ ഉപവാസം അടുത്ത ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വാരം എന്ന നിലയ്ക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഒരു അവസരം മുതലെടുത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വളരെ അപലപനീയമായ ശ്രമങ്ങൾ നടക്കുന്നതായി കാണുന്നത് സങ്കടകരമാണ്. പ്രളയത്തിൻ്റെ ആദ്യ ദിവസം മുഖ്യമന്ത്രി ഒരു വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചത് വലിയ ഒരു വിവാദമാക്കി സോഷ്യൽ മീഡിയയിലെല്ലാം പലരും ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും കണ്ടു. 3 മണി വരെ വൈകി അദ്ദേഹം സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാനിത് ഇപ്പോൾ പറയാനൊരു കാരണം കൂടി ഉണ്ടായി. ഞാനിന്ന് അത്താണിക്കടുത്തുള്ള ഹോട്ടലിൻ്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന സി ഹരിദാസ് ex-MP കണ്ടു. അദ്ദേഹം കുടുംബമുണ്ട്. അപ്പോൾ എന്നോട് വളരെ വാത്സല്യമുള്ള ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കാനിടയായി. ഈ കാര്യങ്ങളെല്ലാം വിഷയമായിട്ട് വന്നു. ഹരിദാസ് ഏട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. പറഞ്ഞു, എന്ത് ചെയ്യാനാണ് ആ പാവം മനുഷ്യൻ. 3 മണിയായപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട്. അത് എൻ്റെ തൊട്ടടുത്ത അവിടെയാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. ഞാൻ VD സതീശൻ്റെ ഭക്ഷണക്രമം അറിയുന്ന ഒരാളാണ്. വളരെ ചിട്ടയായ ഒരു ഭക്ഷണ രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. കരിമീൻ കിട്ടാത്തതിൻ്റെ പേരിൽ വഴക്കിടുന്ന, സ്ഥിരതയില്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഹാരത്തിൽ മിതത്വമുണ്ട്. ഇന്നതെല്ലാം വേണമെന്നുള്ള ശാഠ്യമൊന്നുമില്ല. അദ്ദേഹത്തോടൊപ്പം ചില ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം കഴിക്കാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പാർട്ടിക്കാരനുമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ.
നല്ലത് കാണുന്നതിനെ നല്ലതെന്ന് പറയുകയും മോശമായിട്ടുള്ളതിനെ ഇടംവലം നോക്കാതെ എതിർക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ രീതി തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന ചില കാര്യങ്ങൾ സങ്കടകരമാണ്. പ്രത്യേകിച്ച് ഭരിക്കാൻ കയറിയതേ ഉള്ളൂ, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ രാഷ്ട്രീയ ആക്രമണം തുടങ്ങി. അത് വളരെ മോശമായൊരു കാര്യമാണ്. ഒരല്പം സാവകാശം ഏത് പാർട്ടി ഭരിക്കാൻ വന്നാലും അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, വിമർശിക്കുന്നതിന് മുമ്പ് നൽകേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അത്രമാത്രം വലിയ തെറ്റുകളാണെങ്കിൽ ഇടവുമലവും നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. ഇത് പലപ്പോഴും കഴിഞ്ഞ ഭരണം ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇപ്പോഴുള്ളവരുടെ തലയിൽ വീഴുന്നത്. ഏതാണ്ട് 10,000 കേസുകളാണ് മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പേരിൽ ഈ 2 മാസത്തിനുള്ളിൽ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നമ്മൾ ഓർക്കുന്നത് എന്തായിരുന്നു ഈ 2 മാസത്തിന് മുമ്പുള്ള ഭരണം? മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ഭരണമായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നും. ആ രീതിയിൽ കേരളത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും 29 ബാർ ഉണ്ടായിരുന്നിടത്ത് നിന്ന് 1000-ഓളം ബാറാക്കി വളർത്തി മദ്യത്തെ വ്യാപിപ്പിച്ച് മയക്കുമരുന്നിനെ വ്യാപിപ്പിച്ച് പാർട്ടി അണികൾ പോലും മയക്കുമരുന്ന് കച്ചവടക്കാരാകുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണല്ലോ എന്ന് കണ്ട് അമ്പരക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അവിടെ 2 മാസത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി, എനിക്കങ്ങനെ നേരിട്ട് സംസാരിക്കാനുള്ള പരിചയമൊന്നുമുള്ള ആളൊന്നുമല്ല, പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോൾ പൂവിട്ട് തൊഴണ്ടേ കേരളത്തിലെ ചെറുപ്പക്കാരെ, ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്നിങ്ങനെ വ്യാപിച്ചത് കേരളത്തിലൊരു 10 കൊല്ലത്തിനുള്ളിലാണല്ലോ. ഇത് കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കുമോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിക്കാരനായിട്ട് മുദ്ര കുത്തപ്പെടുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് വേണമെങ്കിലും പറയട്ടെ. അതുപോലെ വി ഡി സതീശനെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം കാണുമ്പോൾ ഒരു 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യ്. അത് കഴിഞ്ഞിട്ടും ശരിയാകുന്നില്ല എങ്കിൽ തീർച്ചയായും പറയണം. ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി തന്നെ എതിർക്കണം. ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന രതീഷിനെ അവിടെ തന്നെ ഇരുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നാൽ എതിർക്കുക തന്നെ വേണ്ടി വരും. എനിക്ക് നേരിട്ടറിയാവുന്ന തരത്തിലുള്ളൊരു കള്ളനാണ് അയാൾ. കേരളത്തിലെ ഖാദി പ്രസ്ഥാനങ്ങൾ, ഈ സാധാരണക്കാർക്ക് അതിൻ്റെ വ്യത്യാസം അറിയില്ല. സർക്കാരിൻ്റെ ഖാദി ബോർഡിൻ്റെ കീഴിലുള്ള ഖാദി ഷോപ്പുകൾ കേരളത്തിൽ കുറച്ചുണ്ട്. അതല്ലാതെ വിവിധ ഗാന്ധിയൻ സംഘടനകൾ നടത്തുന്ന ഖാദി ഷോപ്പുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗാന്ധി ഭവൻ, തൈക്കാട് കേരള ഗാന്ധി സ്മാരക നിധിയുടെ കീഴിൽ 23 ഷോപ്പുകളുണ്ട്. അതേപോലെ ആലപ്പുഴ സർവോദയ സംഘത്തിൻ്റെ മാവേലിക്കരയാണ് അതിൻ്റെ ആസ്ഥാനം, അവരുടെ കീഴിൽ ഷോപ്പുകളുണ്ട്. തൃശ്ശൂരിൽ അവിണിശ്ശേരി ഖാദി കേന്ദ്രമുണ്ട്. പാലക്കാട് സർവോദയ സംഘത്തിൻ്റെ ഷോപ്പുകളുണ്ട്. കോഴിക്കോട് സർവോദയ സംഘത്തിന് മിഠായി തെരുവിലുള്ള വലിയൊരു എംപോറിയം. അതേപോലെ ചേറ്റംകുന്ന്, തലശ്ശേരി, കണ്ണൂർ സർവോദയ സംഘം. ഇങ്ങനെ ഗാന്ധിമാർഗ സംഘടനകളുടെ ഖാദി ഷോപ്പുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ഖാദി തുറക്കുക. അതേപോലെ ഖാദി ബോർഡിനുള്ള ഫണ്ട് ഖാദി കേന്ദ്രങ്ങൾക്കെല്ലാം തുല്യമായി കിട്ടേണ്ടതാണ്. അത് ഗാന്ധിയൻ സംഘടനകൾക്ക് കൊടുക്കാതെ സർക്കാരിൻ്റെ ഖാദിയെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഖാദി വിൽക്കുമ്പോൾ റിബേറ്റ് കൺസെഷനുണ്ട്. അത് ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് സർക്കാർ പല രീതിയിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല. ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നു, മില്ലുകാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കാടുകൾ വെട്ടിത്തെളിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. മാവൂർ ഗോളിയോ റയോൺസിന് 1 രൂപയ്ക്ക് 1 ടൺ ഈറ്റയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഖാദി മേഖലയ്ക്കില്ല. ആകെയുള്ളത് ഉത്സവ സീസണുകളിൽ ഖാദി വാങ്ങുമ്പോൾ
30% കിഴിവ്, അല്ലാത്തപ്പോൾ 20%. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതാണ്. ആ കിഴിവിൻ്റെ തുക ഗാന്ധിയൻ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഖാദി ബോർഡ് നൽകും എന്നുള്ളതാണ് ധാരണ. പക്ഷെ അത് നൽകില്ല. അങ്ങനെ ഈ രതീഷ് ഗാന്ധിമാർഗ പ്രസ്ഥാനങ്ങളുടെ ഖാദി ഷോപ്പുകളെ മുഴുവനും നശിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ ഇരുന്ന് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ ഇയാളെക്കുറിച്ചൊരു പരാതിയൊക്കെ ഈ കോടതിയിലെ പരാമർശം വരുന്നതിന് 2-3 ദിവസം മുമ്പ് കൊടുക്കുകയുണ്ടായി. ഏതായാലും അയാളെ അവിടെ നിന്ന് മാറ്റിയത് വളരെ നന്നായി. ഇല്ലായെങ്കിൽ ഖാദി ബോർഡിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു 6 മാസത്തെ സമയമൊക്കെ ഇവർക്ക് അനുവദിക്കാം. അതിനിടയ്ക്ക് വളരെ പ്രകടമായ അനീതി കണ്ടാൽ തീർച്ചയായും എതിർക്കണം. പക്ഷേ പൊതുവെ കണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും താറടിക്കാനുള്ള ഒരു വളരെ നിന്ദ്യമായ ഒരു ശ്രമമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്രസമ്മേളനം നടക്കുമ്പോഴുള്ള അന്തരീക്ഷം. ഇത് പറയാനിടയാകുന്നത് കഴിഞ്ഞ ഭരണകാലത്തെ പത്രസമ്മേളനങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്, അത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ്. റേഡിയോ പോലെയായിരുന്നു. ഏകപക്ഷീയമായി പറയും, സമയം മുഴുവനും തീരുന്ന രീതിയിൽ പറഞ്ഞ് ഒടുവിൽ മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നവർ മാത്രം 2 ചോദ്യം ചോദിക്കും, ഉടനെ എണീക്കും. ആ പത്രക്കാരിപ്പോൾ വീറും വാശിയും വെച്ച് കൊത്തുകോഴിയെ പോലെ മുഖ്യമന്ത്രിയുടെ നേരെയുള്ള അവരുടെ പെരുമാറ്റം കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ കുന്തവും കുടച്ചക്രമൊക്കെ എടുത്തുകൊണ്ട് പോകണ പോക്ക് ഞങ്ങൾ കണ്ടതാണല്ലോ. ആ ഞങ്ങളുടെ മുന്നിൽ ഏതാണ്ട് 2-3 പത്രലേഖകരാണ് ഈ മര്യാദ കെട്ട് പെരുമാറുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ഈ നിഴലും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമാണ് കഴിഞ്ഞ ഭരണത്തെ പത്രസമ്മേളനവും ഇപ്പോഴത്തെ പത്രസമ്മേളനവും, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നയവും പെരുമാറ്റവും ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും തമ്മിൽ. വേറെ ഒന്നും ചെയ്തില്ല എങ്കിലും പാവം മനുഷ്യരോട് പെരുമാറുന്നതിലുള്ള കുളിർമയെങ്കിലും കേരളത്തിന് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന, സെൽഫി എടുക്കാൻ വരുന്ന കൊച്ചിനോട് പോലും പൊട്ടിത്തെറിച്ച് ഭീകരത കാണിച്ചിരുന്ന എത്ര വണ്ടിയായിരുന്നു കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക്, എത്ര പോലീസായിരുന്നു വഴിവക്കിൽ മുഴുവൻ നിരന്നു നിന്നിട്ടല്ലേ. വേറെ കൂടുതലൊന്നും ചെയ്തില്ല എങ്കിലും വി ഡി സതീശൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന, ഇങ്ങനൊരു മുഖ്യമന്ത്രി, മനുഷ്യർക്ക് ചെന്ന് കാണാൻ കഴിയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായത് കേരളം ഏറ്റവും വിലമയ്ക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ വേട്ടയാടലിന് ഒട്ടേറെ ഇരയായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ പിടിച്ച് 13 ദിവസം പൂജപ്പുര ജയിലിൽ അടച്ചത്. 4-5 കേസുകൾ. ആ ഭീകരതയൊന്നും ഈ സർക്കാരിനില്ല എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എന്നുവെച്ച് കുറ്റം ചെയ്യുന്നവരെ കണ്ണടച്ച്, സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് കണ്ണടച്ച് വെറുതെ വിടുന്നത് ശരിയല്ല. അങ്ങനെ വിടാനും പാടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിച്ച് ഏതൊരു മനുഷ്യനും ചെന്ന് തൊടാവുന്നൊരു മുഖ്യമന്ത്രി നമുക്കുണ്ടായത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് കുറച്ചേ ഭരിക്കുന്നുള്ളെങ്കിൽ ആ കുറവ് കേരളം സന്തോഷപൂർവ്വം സമ്മതിക്കാൻ തയ്യാറാണ്, ഇതുപോലെ തുടർന്നും പെരുമാറുമെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അധികാരം തെറ്റായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കാനുള്ള കരുത്ത് ജനങ്ങൾക്കുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ജനാധിപത്യത്തിൽ നിർഭയമായ അഭിപ്രായ പ്രകടനം നടത്താനും അധികാരികളെ ഞങ്ങളുടെ കാര്യസ്ഥന്മാരാണ് നിങ്ങൾ എന്ന മട്ടിൽ സമീപിക്കാനും ജനങ്ങൾക്ക് സാധിക്കണം. ആരോഗ്യമന്ത്രി വളരെ മികച്ച പ്രകടനമാണ് ഈ 2 മാസത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത്.
എനിക്ക് എൻ്റെ ആദർശത്തിന് ചേരാത്ത ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം അലോപ്പതിക്കാരുടെയും മന്ത്രിയാണ്, ആയുർവേദക്കാരുടെയും മന്ത്രിയാണ്, പ്രകൃതി ചികിത്സക്കാരുടെയും മന്ത്രിയാണ്. ഇതേവരെ ഇവിടെ ഇരുന്നിരുന്നവരാരും പ്രകൃതി ചികിത്സക്കാരുടെ മന്ത്രിയായിരുന്നില്ല, ആയുർവേദക്കാരുടെ മന്ത്രിയായിരുന്നില്ല, അലോപ്പതിക്കാരുടെ ദാസികൾ മാത്രമായിരുന്നു. അതിൽ ഞാൻ പറയും എന്തുകൊണ്ടും മെച്ചം വീണ ജോർജ് തന്നെയാണ്. അവർ അലോപ്പതിക്കാർക്ക് വേണ്ടി മറ്റു ചികിത്സാ മേഖലകളിലുള്ളവരെ വേട്ടയാടിയിരുന്നില്ല. നല്ലതിനെ നല്ലതെന്ന് കാണാനും തെറ്റിനെ തെറ്റെന്ന് പറയാനും അത് സ്വന്തം പാർട്ടിക്കുള്ള ഉള്ളിലായാലും അതിന് തയ്യാറാവണം. ഏതായാലും ഈ പ്രളയത്തിൻ്റെ സമയം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സമയമാക്കി ആരും മാറ്റരുത്. പോരായ്മകളെ ഒന്നിച്ചു നിന്ന് പരിഹരിക്കാനും ജനങ്ങളെ സഹായിക്കാനും തയ്യാറാകുക തന്നെയാണ് വേണ്ടത്. അക്രമങ്ങൾക്കും അനീതിക്കും കൂട്ടുനിൽക്കാതെ, അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ സംശുദ്ധമായൊരു ഭരണം നടത്താൻ പുതിയ സർക്കാരിന് സാധിക്കണം. അതിന് സർക്കാരിനെ സഹായിക്കുകയാവണം നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാരുടെയും സാമൂഹ്യ സേവനം നടത്തുന്നവരുടെയും എല്ലാം പരിശ്രമം. നിർഭയമായി തെറ്റിനെ തെറ്റെന്ന് പറയാനും വിമർശിക്കാനും വിവേകത്തോടെ പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.